എന്തായി? എന്തേ? ആണോ? കുറവാണ്. അപ്പൂനിയോ? അയ്യോ, ആ വാ വാ വാ. അതല്ല ഒക്കെ പോട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? പൊന്നൂനോ? സീനായിരുന്നു എന്താ അറിയണ? അങ്ങനെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോ എന്താ പ്ലാൻ? ടൂറ് പോവേ? എപ്പോ? ഏപ്രിലാ? എവിടേക്കാ ടൂറ് പോണ്? അല്ലെങ്കിൽ എന്താ പറയാ? കൊടേക്കൽ എങ്ങനെയാ പറയാ? അപ്പൊ കൊടൈക്കനാൽ. ആ, ഓക്കെ ഓക്കെ. വിശക്കണില്ലേ? കായുപ്പേരി ഉണ്ട്. വിശക്കണില്ലേ? എന്താ പറയ? എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ രണ്ടുപേരും വന്ന് എന്തായിരുന്നു നിങ്ങളുടെ എന്താ പറയാ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളൊന്ന് പറഞ്ഞേ. ഈ വർഷത്തെ ക്ലാസ് എങ്ങനെയായിരുന്നു? മിസ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ? പറയ് അപ്പു പറയ് അപ്പുവിന്റെ കാര്യം പറയ്. എന്തായിരുന്നു? ക്ലാസ്സിനെ മിസ് ചെയ്യോ? ഫ്രണ്ട്സിനെയൊക്കെ മിസ് ചെയ്യോ? അത് മാത്രമേ ഉള്ളൂ? എങ്ങനെയായിരുന്നു? അടിച്ചുപൊളി ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ എങ്ങനെയായിരുന്നു ഇവരൊക്കെ? ആണോ? പഠിത്തമൊക്കെയോ? നീ പറയ് മഞ്ഞു, പറയ്. എന്താ നിന്റെ ഈ 7th ക്ലാസ്? സെവൻസി. എന്നിട്ട് ഒരു ബസ്സില് 7F ഇങ്ങനെ ഓരോ ബസ്സുകളിൽ കുഞ്ഞു ഞങ്ങളുടെ ക്ലാസ് മാത്രം ഒറ്റ ബസ്സിലായിരുന്നു. ഞങ്ങളുടെ ക്ലാസ് മാത്രം. ഞങ്ങളുടെ ക്ലാസ് അങ്ങനെയാണ്. ടൂറൊക്കെ ഇങ്ങോട്ട് വാ. ടൂറൊന്നും മറക്കാൻ പറ്റില്ല അല്ലേ? കിട്ടിയില്ലേ? അന്ന് എടുത്തിണ്ടായിരുന്നില്ലേ? അതെ. പറയ്. അതെന്താ MSCക്കോ? നിന്നോട് ആരാധർക്ക് കുത്താൻ പറഞ്ഞേ? TV ഇനിയിപ്പോ അത് ശരിയായി വരാൻ കുറച്ച് ടൈം എടുക്കും. വെച്ചുവിന്റെ ഒക്കെ പരീക്ഷ കഴിഞ്ഞാ? അപ്പൊ ഇനിയിപ്പോ ഈ കുറച്ച് ദിവസം നീ എന്ത് ചെയ്യും? ഇനി 4 ദിവസം കളിക്കാൻ? അവരൊന്നും കളിക്കാൻ വരില്ലല്ലോ. അവർക്കൊക്കെ പരീക്ഷ കഴിഞ്ഞാലല്ലേ അവര് കളിക്കാൻ വരുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? TV കാണേ? ഫുൾ ടൈം TV കാണേ? വെക്കേഷൻ ക്ലാസ്സിന് പോണം. വെക്കേഷൻ ക്ലാസ് ഒക്കെ നമ്മൾ അന്വേഷിച്ച് വെക്കണ്ടേ? അപ്പുവിന്റെയും ശ്രീകുട്ടിയുടെയും വെക്കേഷനായി അല്ലേ? ഇനിയിപ്പോ എന്താ പ്ലാൻ? എന്താണ് പ്ലാൻ? ടൂറ് പോണം, വെക്കേഷൻ ക്ലാസ്, അതെ സ്വിമ്മിങ്, പിന്നെ ഏതാണ്? കളിക്കണം, പിന്നെ ഒരു ഫുട്ബോള്. അപ്പൊ അവർക്ക് ഇന്ന് പരീക്ഷ കഴിഞ്ഞു കേട്ടോ. ഇന്ന് 24-ാം തീയതി തിങ്കളാഴ്ച. അപ്പൊ പരീക്ഷ കഴിഞ്ഞു. അപ്പൊ അവര് ഇപ്പൊ വന്ന് കയറിയുള്ളൂ പരീക്ഷ കഴിഞ്ഞിട്ട്. എന്താ പറയുക, ഇനിയിപ്പോൾ ഏപ്രിലാണ് വെക്കേഷൻ ക്ലാസ് ഒക്കെ. ഇനിയിപ്പോൾ ഏപ്രിലാണ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ പിന്നെ ഏപ്രിൽ വരെ ഇങ്ങനെ TV കണ്ടിട്ടും കളിച്ചിട്ടും അങ്ങനെയൊക്കെ പോവും. അപ്പോൾ മോള് പിന്നെ അച്ഛമ്മയുടെ അവിടേക്ക് പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവള് അങ്ങോട്ട് പോകണം പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ വെക്കേഷൻ ക്ലാസ്സൊക്കെ ഏപ്രിൽ 1-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇവരേനെ ഒരു എന്താ പറയുക, അബാക്കസ് അങ്ങനത്തെ കുറച്ച് എന്താ പറയുക, പിന്നെ അടുത്ത വർഷത്തേക്കുള്ള ചെറിയൊരു ബേസ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ട്യൂഷനും ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഡാൻസ്, പിന്നെ ഫുട്ബോള്, പിന്നെ സ്വിമ്മിങ് കഴിഞ്ഞ പ്രാവശ്യം ഇവർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇവിടെ തൃശ്ശൂർ അക്വാറ്റിക് കോംപ്ലക്സിൽ. അപ്പോൾ അത് ഇങ്ങനെ ഓരോ ബാച്ചായിട്ടാണ്, 20 ദിവസത്തെ ബാച്ചായിട്ടാണ് അവർ ഈ സ്വിമ്മിങ് ക്ലാസ് കൊടുക്കുക. അപ്പോൾ മോൻ രണ്ട് ബാച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. മോളും പിന്നെ നാത്തൂൻ്റെ
മോനും ഒരെണ്ണത്തിലേ പോയുള്ളൂ, ഒരു ബാച്ചിലേ പോയുള്ളൂ. അപ്പോൾ 20 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് അവർക്ക് രണ്ടുപേർക്കും ഓക്കെ ആയിരുന്നു. അപ്പോൾ മോൻ നന്നായി പഠിച്ചിട്ടില്ല, അമ്മ എനിക്ക് സ്വിമ്മിങ് കറക്റ്റായിട്ട് കിട്ടണില്ല എന്നുകൊണ്ട് അവൻ വീണ്ടും ഒരു ബാച്ചിലും കൂടെ പോയി. അപ്പോൾ ഇപ്പം അവൻ പറയണത് എന്തായാലും സ്വിമ്മിങ്ങിന് പോകണം, ശരിക്കും സ്വിമ്മിങ് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ. അപ്പം ഞാനും ഉണ്ണേട്ടനും ഈ പറഞ്ഞ പോലെ ഇപ്പം എത്ര നേരം വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ. വീഡിയോ എടുത്തിട്ട് ഉണ്ണേട്ടൻ എഡിറ്റിങ്ങിലാണ്. അപ്പോൾ ഞാനിവർ കുട്ടികൾ വരുമ്പോഴേക്കും ഫുഡ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ സ്പെഷ്യൽ കായ കിട്ടി. ഇന്ന് താഴത്തെ അമ്മച്ചി ഞങ്ങൾക്ക് കായ കൊടുന്നു തന്നു കേട്ടോ. അപ്പോൾ കായ കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കി, പിന്നെ പരിപ്പും കായയും തക്കാളിയും ഒക്കെ കൂടി ഇട്ടിട്ട് ഒരു ചെറിയൊരു ചാറ് കറി പോലെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുക. ഇനിയിപ്പോൾ അതിനിപ്പോൾ നാളികേരം അരച്ചൊഴിക്കണം, ഇനിയിപ്പോൾ അത് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്താ കുട്ടികൾ പിന്നെ വന്ന ഉടനെ എന്താ അപ്പോൾ അവിടെ പോയി ഇരിക്കുന്നുണ്ട്, ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടി പോയിരിക്കണം. അപ്പോഴേക്കും ഞാൻ വേഗം ഫുഡ് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുക. ഇന്നിപ്പോൾ വെജിറ്റബിൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ ഇനിയിപ്പോൾ ഞങ്ങളെ ലേറ്റ് ശരിക്കും വെച്ചതാ. അപ്പോൾ ഇന്ന് എന്താ പറയുക, ഇനിയിപ്പോൾ ഒരു കുറച്ച് ദിവസത്തേക്ക് നോണൊന്നും കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. കാരണം ഞങ്ങൾ മൂകാംബിക്ക് പോണ കാരണം കൊണ്ട് ഒരു 10 ദിവസം നമുക്ക് വ്രതം എടുക്കാൻ, നോണൊന്നും കഴിക്കാണ്ട് വ്രതം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പം ഇന്നിപ്പോൾ നോണൊന്നും ഇല്ല, അല്ലെങ്കിൽ മുട്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും മീൻ വറുത്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അതൊന്നും ഇല്ല. അപ്പോൾ അവർക്ക് ചോറ് കൊടുക്കണം. പൊന്നോ വിശക്കണില്ലേ? കുറച്ച് കഴിഞ്ഞിട്ടാ, രാവിലെ അധികം ഭക്ഷണം കഴിക്കാണ്ടല്ലേ പോയത്. വാ, കുറച്ച് കഴിഞ്ഞിട്ട് മതി. എന്താണ്? അയ്യോ, ഞാനത് എടുക്കണ്ട, നിങ്ങൾക്ക് വേറെ ഞാൻ തന്നിട്ടുണ്ടായിരുന്നില്ലേ, വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ? എന്തേ ഫോണാണ് കൊണ്ടേക്ക്? വാ വാ വാ. ഫോട്ടോസ് എടുത്തിണ്ടാ? ആണോ? അതെ അതെ. അപ്പോ വാ, വേഗം അതൊക്കെ എടുത്തു വെക്ക്. ബാഗ് എന്തൊക്കെ ഒന്ന് ഒതുക്കി വെച്ചേ. ഇപ്പൊ സ്റ്റഡി ടേബിൾ എന്തൊക്കെ വൃത്തിയാക്കി വെക്ക്. ഇപ്പൊ വന്നുള്ളൂ പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ടിരിക്കണമെന്നുണ്ടാ? നീ യൂണിഫോം എന്താ മാറ്റാത്ത? വാ 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 വാ, ഊണയിക്കാം. വാ 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 വാ. ഉണ്ണേട്ടന് ഈ കായക്കറി ഭയങ്കര ഇഷ്ടാട്ടോ. ഞാനിപ്പോ കറി വെക്കണ കറി ഒന്നുമില്ല, അന്ന് ഇതുപോലെ കുറേ നാൾ മുമ്പ് ഒരു എന്താ കറി അങ്ങനെ വെക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണ സമയത്തേ, അപ്പോൾ പറമ്പിൽ കായ ഉണ്ടായിരുന്നു, പച്ചക്കായ. അപ്പോൾ അത് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പൊട്ടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തിരുന്നു, വെറുതെ പരിപ്പിൽ ഇതുപോലെ കായ അരിഞ്ഞിട്ട് തക്കാളി ഇട്ടിട്ട് ജസ്റ്റ് നാളികേരം അരച്ച് ഒഴിച്ചിട്ട് അങ്ങനെ വെറുതെ ഒരു കറി ഉണ്ടാക്കി. എനിക്ക് അറിയില്ലായിരുന്നു അതെങ്ങനെ വെക്കുക എന്നുള്ളതൊന്നും. അപ്പം ഞാനത് അങ്ങനെ വെച്ചപ്പം അത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടേ. പിന്നെ ഞാനത് ഇടയ്ക്ക് വെക്കുമായിരുന്നു. ഇപ്പോൾ കുറേ നാളായി ഈ കായക്കറി വെച്ചിട്ട്. അപ്പം ഇന്നിപ്പോൾ കായ കിട്ടിയപ്പോൾ അത് വെച്ചോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ വെക്കാൻ പോണതല്ല, പകുതിയായി വെച്ചിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് നാളികേരം അരച്ച് വെച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ അത് കടുക് താളിക്കേ വേണ്ടുള്ളൂ. അപ്പോൾ ഉണ്ണേട്ടന് എന്തോ ഒരു ഇതിൽ ഞാൻ എന്താ പറയുക, എങ്ങനെയോ ഞാൻ ഉണ്ടാക്കിയൊരു കറിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്താ പറയുക, നല്ല കറിയൊക്കെ ഇഷ്ടപ്പെട്ട് നല്ല എന്താ പറയുക, നല്ല അതായത് ഇഷ്ടപ്പെടും, അവർക്ക് നന്നായി ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടും എന്നൊക്കെ വിചാരിച്ച് ആസ്വദിച്ച് വെച്ച് കൊടുക്കുമ്പോൾ അവർ അയ്യേ ഇതാണോ കറി അങ്ങനെ പറയുക, ഉപ്പ് പോരാ അങ്ങനെ. എന്തേലും ഒരു സിമ്പിളായിട്ടുള്ളൊരു കറി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കാണാം, ഇത് നന്നായിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത്. അങ്ങനെ എങ്ങാനും നിങ്ങൾക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? കുറച്ച് പണി ഉണ്ടായിരുന്നു. പിള്ളേർ വന്നിട്ട് ടിവിയുടെ മുന്നിൽ മൊബൈലിന്റെ മുന്നിലാണല്ലോ. എനിക്ക് കുറച്ചു നേരം ഭക്ഷണം കഴിഞ്ഞിട്ട് ഒരു ക്ഷീണം പോലെ തോന്നിയപ്പോൾ ഞാൻ പോയി കിടന്നു ഉറങ്ങിയപ്പോ ഭയങ്കര കഴുത്ത് തലോണം വെച്ച് കിടന്നു. നന്നായി. അല്ല, എനിക്ക് മുന്നേ ഈ കഴുത്ത് വേദനയുടെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞ തലയോണ വെച്ച് കിടക്കണ്ടെന്നുള്ളത്. ഞാൻ വെറുതെ പോയി കിടന്നതാ, ഉറങ്ങാനൊന്നുമില്ല, ഭക്ഷണം കഴിച്ചപ്പോൾ വെറുതെ ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് ചൂടായിപ്പോ. നിനക്കല്ല അങ്ങനെ ശ്രദ്ധയില്ല. ഇന്നലെ നീ എന്തൊരു കാണിച്ചായിരുന്നു? രാത്രി 11 മണിക്ക് ഉണ്ട് നമ്മള്
ചോറ് അരി വാർത്ത് വെക്കാൻ. എന്താ അരി വാർക്കുന്നത് ഈ ഒരു അരിയും ചെമ്പില് ഇത്രയും വലിയ ഈ തട്ട് വെച്ചിട്ട് അരി വാർത്തിട്ട് അതൊക്കെ കയ്യൊക്കെ പോയി കൈയൊക്കെ പൊള്ളി. പിടിച്ചതാണ്. പക്ഷെ എന്താ പറയാ അങ്ങനെ റൈറ്റ് സൈഡിലേക്ക് അങ്ങോട്ട് വഴിക്കപ്പോ ഞാൻ വേഗം മാറിയിട്ടാ. അതിനല്ലേ അരി വാർക്കുന്നതാ നമ്മുടെ ഈ സാധനം ഉള്ളത്. ഇതുള്ളപ്പോഴാണോ എത്ര സിമ്പിളായിട്ട് ചെയ്യാം. ഇപ്പൊ എന്താ കുറച്ച് ചോറ് പോയില്ലേ? ഇതിലേക്ക് അങ്ങനെ എന്താ പറയാ കുറച്ചൊക്കെ വെള്ളം തെറിച്ചു കിട്ടോ. ആദ്യം കുഴപ്പമില്ലാന്ന് തോന്നി. പക്ഷെ വേഗം കണ്ടോളം കൊണ്ട് കഴുകിയപ്പോ എനിക്ക് ഭയങ്കര നീറൽ തോന്നി. അപ്പൊ ഞാൻ വേഗം കുറച്ച് തേനെടുത്ത് തേച്ചു കിട്ടാം. തേച്ചത് കൊണ്ടാണ് തോന്നുന്നുണ്ട്. അങ്ങനെ വലിയ പാടൊന്നും ഇല്ല. പെട്ടെന്ന് തേൻ തേച്ചാൽ പൊള്ളയ്ക്കും. അങ്ങനെ വേഗം പക്ഷെ നല്ല തേൻ തേച്ചിട്ടുണ്ട്. കൊറേ നേരം ഉറങ്ങണ വരയ്ക്കും നല്ല നീറ്റലുണ്ടായിരുന്നു. പക്ഷെ രാവിലെ എണിച്ചപ്പോ അങ്ങനെ പാടൊന്നും കാണാനില്ല. ഇങ്ങനെ തൊടുമ്പോ ഒരു ചെറിയ ദൂരത് ഫീലുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ എന്താ പറയാ അപ്പൊ ഞാനേ പിള്ളേരുടെ തീ പെട്ട് എന്ത് ചെയ്യണോ കേട്ടോ. അവര് ചായ ഉണ്ടാക്കും. ശ്രീ ഇനി ഫുൾ ടൈം ഇതിൻ്റെ മുന്നിലായിരുന്നോ? ഇനി ഫുള്ള് ടി വിയുടെ മുന്നിലാണോ? ഇനിയിപ്പോൾ വേറെ പരിപാടികളൊന്നും ഇല്ല? പഠിച്ചു വരുന്നത് കുറച്ച് നേരം. എക്സാം കഴിഞ്ഞാൽ കുഴപ്പമില്ല, പഠിച്ചോട്ടോ. ഞാൻ അവനവിടെ അപ്പോ നീ എന്താ ഞാൻ മൊബൈൽ കളിക്കാ? എടാ നിന്നോട് മൊബൈലിൽ കളിക്കരുത്. മറ്റേ അവൻ അപ്പുറത്തേക്ക് വീഴുകയാണ്. നീ എന്തൊക്കെ കാണിക്കണത്? നീ മൊബൈലുണ്ട്, മൊബൈലിൽ കളിക്കേണ്ട ആവശ്യം പറഞ്ഞില്ലേ? വെക്കേഷനാണെങ്കിൽ മൊബൈലിൽ കളിക്കുന്നു വേണ്ട. താത്ത വേണ്ട തന്നോ. നീയേ പഠിച്ചു വരുന്നിട്ട് വെക്കേഷൻ കണ്ടോ? നീ ഇപ്പോൾ പഠിച്ചോ, കുഴപ്പമൊന്നുമില്ല. നീ 2 മാസം മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കണല്ലേ? എവിടെ കറങ്ങി നടക്കണു? നീ കറങ്ങി നടക്കണ്ടോ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി ക്ലാസ്സുകൾ അച്ഛൻ നോക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി ക്ലാസ്സുകൾ. ടൂറൊക്കെ പോവാം, ആകെ പോവാം, കുഴപ്പമില്ല. എങ്ങനെയും പോവാം നമുക്ക്. നിങ്ങളെ 1 മിനിറ്റ് അച്ഛൻ വെറുതെ ഇരുത്തില്ല. അതെ, അടിപൊളി. നാളെ തൊട്ട് ക്ലാസ്സുകൾക്ക് പോകണ്ട. വെക്കേഷൻ ക്ലാസ്സുകളുണ്ട് കുറേ. കാലത്ത് 2 മണിക്കൂർ ക്ലാസ്, വൈകിട്ട് നീന്തൽ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങളെ ഇവിടെ നിന്ന് മൊബൈൽ കളിക്കാൻ സമ്മതിക്കില്ല അച്ഛൻ. ഓക്കെ? മൊബൈൽ ഇതാ, അച്ഛൻ്റെ മൊബൈൽ താടാ. മൊബൈൽ കളിക്കാത്ത അച്ഛൻ പറഞ്ഞില്ലേ? എന്തായാലും ഇന്ന് പഠിച്ചോ, വെക്കേഷനല്ലേ. താത്താ അച്ഛൻ മൊബൈല് എന്താ ചായയോ? ചായ തപ്പാവും. മധുരക്കിഴങ്ങ് പുഴുങ്ങുണ്ട് കേട്ടോ. മധുരക്കിഴങ്ങോ? എടുക്ക് വേണ്ടിക്ക് മധുരക്കിഴങ്ങ്. അതാ ഇതില് ഇപ്പൊ വേവും. 3-4 വിസില് വന്നിട്ടുണ്ട്. അപ്പൊ അത് കഴിക്കാം. എനിക്ക് ഇനിയിപ്പോ ഡാൻസ് ഉണ്ടല്ലോ. ജിമ്മിലല്ലേ പോണ്? തിങ്കളാഴ്ച അല്ലേ ജിമ്മിന്? വെസ്റ്റേണല്ലേ? തിങ്കളും ബുധനുമാണ് എനിക്ക് വെസ്റ്റേൺ ഡാൻസ് ക്ലാസ്. അപ്പൊ ഇതിപ്പോ പോവാൻ നിൽക്കണം. ഒരു 5:10 ഇറങ്ങണം. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ അബിതേനെ ബ്യൂട്ടി പാർലറാണ്. അപ്പൊ ഞാന് എപ്പോഴും അവിടെ പോവാറ് കേട്ടോ. അവളുടെ അടുത്തേക്കാ പോവാറ്. അതായത് ഇനിയിപ്പോ നാളെ ചിലപ്പോ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ത്രെഡ് ചെയ്തില്ല എന്നുള്ളത് ചിലപ്പോ രാത്രി എനിക്ക് ഓർമ്മ വരിക. എന്നിട്ട് വേഗം അവളെ വിളിക്കും, അബിതേ ഒഴിവുണ്ടോ, ഞാൻ ഇപ്പൊ ഒന്ന് വരട്ടെ ചോദിക്കുക. അപ്പൊ അവള് വീട്ടിലാണ് ചെയ്യണതേ. പാർലറൊക്കെ വീട്ടിൽ തന്നെയാണ്. അപ്പൊ പുറത്ത് പോയി, അതായത് ഇപ്പൊ ആരെങ്കിലും വിളിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള ചുറ്റുവട്ടത്തുള്ളത് ആരെങ്കിലും വീട്ടിൽ വന്ന് ചോദിച്ചാൽ അതും ചെയ്തു കൊടുക്കും. അങ്ങനെ അപ്പൊ ഞാൻ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളെ വിളിച്ച് പറയും, എന്നിട്ട് പോവും, ത്രെഡ് ചെയ്യും. അങ്ങനെ അപ്പൊ അവളും ഉണ്ട് എൻ്റെ കൂടെ ഡാൻസിന്. പിന്നെ ദീപയുണ്ട്. ദീപ പിന്നെ ജോലി കഴിഞ്ഞിട്ട് അവള് ഇവിടെ കളക്ടറേറ്റിലാണ് ജോലി. അപ്പൊ അവള് ജോലി കഴിഞ്ഞിട്ട് നേരെ ഡാൻസിന്. കോർപ്പറേഷൻ ഓഫീസിലായിരുന്നു. പിന്നെ അവിടുന്ന് മാറി. അവിടുന്ന് ട്രാൻസ്ഫർ ആവുകയല്ലേ അതിന് പറയാ, ട്രാൻസ്ഫർ ആവുക എന്നല്ലേ പറയാ. അങ്ങനെ ആയിട്ട് ഇപ്പോൾ കളക്ടറേറ്റിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവൾ അത് കഴിഞ്ഞിട്ട് നേരെ ഡാൻസ് ക്ലാസ്സിൽ കയറും. ഞാൻ അബിതേനെയും കുട്ടി നേരെ അങ്ങോട്ട് പോകും. ചില സമയത്ത് അബിത ഇങ്ങോട്ട് വരും കേട്ടോ.
മോള് വണ്ടി എടുക്കും. അപ്പൊ മോള് വണ്ടി എടുക്കുമ്പോ ഇങ്ങോട്ട് വന്നിട്ട് എന്നെ കൂട്ടിയിട്ട് പോകും. അങ്ങനെ അപ്പൊ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് തിളയ്ക്കും. എന്നെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് നോക്കണം കേട്ടോ, ശ്രദ്ധിക്കണേ. അപ്പൊ വെള്ളം എപ്പോഴും എന്താ പറയാ, എത്ര വെള്ളം തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാലും ആവശ്യം വരും. ഭയങ്കര ദാഹമല്ലേ ഇപ്പൊ. ശരി, വെള്ളം തിളപ്പിച്ച് കുടിക്കണം. ഈ ചൂടത്തൊക്കെ നല്ല വെള്ളം കുടിക്കണ്ടേ. അപ്പൊ ഇത് വന്നിട്ട് തിളപ്പിക്കാൻ വെക്കട്ടോ. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ തിളപ്പിക്കാൻ വെക്കുമ്പോ പിള്ളേരിനെ ഒന്നും അടുക്കളയിൽ വിടണ്ടാട്ടാ. പിള്ളേരെ അതിന്റെ പോരില്ല. ഇനിയിപ്പോ വെക്കേഷൻ അവൻ അവിടെ ഇരുന്നിട്ട് മൊബൈൽ നോക്കുന്നുണ്ട്. കണ്ണ് തെറ്റിയ ഫോണെടുക്കും. ഈ പറഞ്ഞ പോലെ നമ്മള് പരമാവധി കൊടുക്കാണ്ടിരിക്കും കേട്ടോ. ഒളിപ്പിച്ച് വയ്ക്കും, ചിലപ്പോ അൽമാറയിൽ പൂട്ടി വയ്ക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പരമാവധി എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. പിള്ളേരാകുമ്പോ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ പറഞ്ഞ പോലെ ഫോണിന്റെ ഇതല്ലേ. അപ്പോ എന്താ പറയാ, കുറച്ച് അമ്മ ഫോൺ എവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് വരും. അപ്പൊ ഞാൻ പറഞ്ഞ അത് എടുത്തു വെച്ചു, ഇപ്പൊ തരില്ല എന്ന് പറയും. പിന്നെ കുറച്ചു നേരം നമുക്ക് ഇതാവും. പിന്നെ കുറെ കഴിയുമ്പോ മൊബൈൽ അഡിക്ഷന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമ്മുടെ മക്കളും അല്ല ആദ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് കുറച്ച് കുപ്പ വലുതാവും തോറും ആണോ എന്ന് എനിക്കറിയില്ല. ആദ്യമൊന്നും അങ്ങനെ ഈ കുട്ടികള് തമ്മില് മറ്റേ കോൾ ചെയ്യാനും അവര് ഇടക്കിടക്ക് കോൾ ചെയ്യല്ലോ. ഫ്രണ്ട്സിനെ വിളിക്കണം. അപ്പൊ ഫ്രണ്ട്സിനെ വിളിക്കലൊക്കെ കൂടുതലാ. അപ്പോ അത് വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഇരിക്കും. പിന്നെ മൊബൈൽ കിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ അവര് യൂട്യൂബ് നോക്കി അങ്ങനെയൊക്കെ മോൾക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഡാൻസ് ഇങ്ങനെ നോക്കിയിട്ടൊക്കെ ഇരിക്കും. അപ്പൊ ഞാൻ എപ്പോഴും ഈ സംഭവം ഒരു സംഭവല്ലേ, പാല് കളിക്കല്. നോക്കി നിന്ന് ഞാൻ തിളക്കില്ല. കണ്ണൊന്നും തെറ്റി ഞാൻ അപ്പൊ തിളച്ചു പോകുന്നത്. എനിക്ക് എപ്പോഴും പറ്റണ സംഭവം അത്. ഞാനേ അതെ, നിനക്ക് പറ്റുന്ന പറഞ്ഞാൽ മതി. അബദ്ധാന്നുള്ള എല്ലാവർക്കും അറിയാം. നിനക്ക് പറ്റുന്ന പറഞ്ഞാൽ മതി, അബദ്ധാൻ എല്ലാവർക്കും അറിയാം. ഫ്രിഡ്ജിന്റെ ഉള്ളിൽ പോയി തപ്പുക. ഹോർലിക്സ് എവിടെയോ വെച്ച് ഓർമ്മയില്ല. ഞാൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുക. ഈ അച്ഛനും മക്കളും ഉണ്ടല്ലോ, ഭയങ്കര ആൾക്കാരാ. അച്ഛനൊന്നും കഴിക്കില്ല. അച്ഛനൊക്കെ ഇപ്പൊ കൺട്രോളിലാണ്. അയ്യോ, ഞാനിത് ഏതൊക്കെ പെട്ടികളിലാക്കി വെക്കണറിയോ ഹോർലിക്സ്. ഇവര് കണ്ണ് തെറ്റി കഴിഞ്ഞു കഴിഞ്ഞാ മോളാണ് കേട്ടോ. ഹോർലിക്സ് ഒരു രണ്ടാഴ്ച 3 ആഴ്ചത്തേക്ക് നമ്മൾ ഓരോ സ്പൂൺ ഇട്ട് വെറും പാൽ ഇപ്പൊ കുടിക്കണില്ല. ആദ്യമൊക്കെ സാധാരണ പാല് തന്നെയായിരുന്നു കേട്ടോ അവര് കുടിച്ചോണ്ടിരുന്നത്. ഇപ്പൊ അതിന്റെ ടേസ്റ്റ് പിടിക്കാണ്ടായപ്പോഴാണ് ഇപ്പൊ ഈ ഹോർലിക്സ് ഇട്ട് കൊടുക്കണത്. അപ്പോൾ ഒരു 3 ആഴ്ചത്തേക്കൊക്കെ ആ ടേസ്റ്റ് വ്യത്യാസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുക. അത് വാങ്ങി വെച്ചാൽ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഒരാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും പകുതി ആയിട്ടുണ്ടാവുക. അതിന് മുക്കാലായിട്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത് ആരടാ തീർത്ത് ചോദിക്കും. അപ്പോൾ അപ്പു പറയും ചേച്ചിയാണ്, അവള് പറയും അപ്പുവാണെന്ന്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിയിട്ട് നിൽക്കും. ചിലപ്പോൾ ഉണ്ണേൻ്റെ അടുത്ത് കഴിക്കൂട്ടോ. അത് കുഴപ്പമില്ല. ഡാൻസിന് വയ്യാണ്ട് കിടക്കണെങ്കിലും ഡാൻസിന് പോകാൻ ഇഷ്ടമാണ്. എന്താ പറയാ, അത്രയ്ക്കും നല്ല രസമാണ് ഡാൻസ്. എന്താ പറയാ, എനിക്കത് പറഞ്ഞാലും എനിക്കും അതെ, ഞങ്ങൾ അവിടെ വരുന്ന എല്ലാവർക്കും കേട്ടോ. പിന്നെ ചില സാഹചര്യം കൊണ്ട് മുടങ്ങും അത്രേ ഉള്ളൂ. അതല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു മുടങ്ങാണ്ട് പോവും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഡാൻസ്. അപ്പൊ ഈ കഴുത്ത് വേദന എന്ന് വെച്ച് കഴിഞ്ഞാല്, കഴുത്ത് വേദന മുന്നേ ഇതുപോലെ ചില സമയത്ത് ഇങ്ങനെ നീരിറങ്ങിയിട്ട് ഇങ്ങനെ വരും കേട്ടോ. അപ്പൊ എനിക്ക് ഈ 2 ഷോൾഡറും അനക്കാൻ പറ്റില്ല. അങ്ങനെയായിരുന്നു. എന്നിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പണ്ട് ചെറുപ്പത്തിലുണ്ടല്ലോ, എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറുപ്പത്തിൽ ഞാൻ 2 തലവണ നല്ല ഹൈറ്റിൽ തലവണ വെച്ച് കിടക്കുമായിരുന്നു. അതിനുശേഷം പിന്നെ പ്രസവമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ കഴുത്ത് വേദന എന്ന് പറഞ്ഞ് ഡോക്ടർക്ക് പോയപ്പോൾ തലവണ വെച്ച് കിടക്കാറുണ്ടോ ചോദിച്ചു. അപ്പൊ തലവണ ഒഴിവാക്കാൻ പറഞ്ഞു. അപ്പൊ ഇപ്പൊ ഞാൻ തലവണ വെച്ച് കിടക്കാറേ ഇല്ല. അല്ലെങ്കിലും അധികം ഹൈറ്റുള്ള തലവണ വെക്കാൻ പാടില്ല. അറിയില്ലല്ലോ. പണ്ട് ഞാൻ നല്ല ഹൈറ്റിലുള്ള തലവണ വെച്ചിട്ടാ കിടക്കുക. എനിക്ക് അങ്ങനെ വെച്ച് കിടന്നാലേ ഉറക്കം വരുള്ളൂ. അങ്ങനെയായിരുന്നു. ഇപ്പൊ ഒരു 2 മിനിറ്റ് കിടന്നു കഴിഞ്ഞ് എനിക്ക് അപ്പം അറിയാം എന്റെ കഴുത്തിന് വേദന വരുന്നത്. ഹൈറ്റിൽ വെച്ചാലേ നമ്മുടെ കഴുത്തിന്റെ ഒരു എല്ലില്ലേ, അവിടെ ബെൻഡ് വരും, അവിടെ കഴുത്ത് വേദനയൊക്കെ വരും. അതാണ് തന്നെ എനിക്ക് ചെറിയൊരു ഒരു ഹമ്പ് പോലെ ഉണ്ടല്ലോ അതവിടെ. അതാണ് അതങ്ങനെ വെച്ച് കിടന്നിട്ടായിരിക്കും. അല്ല, ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. അത് ഈ തലോണ വെച്ച് കിടന്നിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല. നീ ഡോക്ടറാവൊന്നും വേണ്ട. അല്ല, ഇനി നമുക്ക് തോന്നുമല്ലോ ഇത് വന്നത് ഇന്നത് കൊണ്ടാണോ, ഇങ്ങനെ വന്നത് അതുകൊണ്ടാണോ എന്നൊക്കെ ഒരു ചിന്തകൾ വരില്ല. അതുവരെ എനിക്ക് തോന്നിയ പറഞ്ഞു, അത്രേ ഉള്ളൂ.
ഇതൊന്ന് ഒന്ന് അവിടെ കൊണ്ടുവയ്ക്കും കേട്ടോ. എനിക്കെന്താ ചായ ഫാൻ ഇടണോ അവിടുത്തെ? ഫാൻ ഇട്ടുവെച്ചോ, ഇട്ടുവെച്ചോ. ഞാൻ ഉറങ്ങി അങ്ങോട്ട് കുറച്ചേരം ഉറങ്ങിപ്പോയപ്പോഴേ കുറച്ച് ലേറ്റ് ആയി. ഇപ്പൊ സമയം എത്രയും ഞാൻ വിളിച്ചില്ല, എന്തായാലും എനിക്ക് പണി ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അത് കഴിഞ്ഞു. ഇപ്പൊ ഒരാഴ്ച എത്ര ആഴ്ച കൂട്ടിട്ട് അനിയൻ വന്നിട്ടുണ്ട് കേട്ടോ. എന്റെ അനിയനെ അവന് വയ്യാണ്ട് ലീവ് എടുത്തിരിക്കുക. അവന് മറ്റെന്താ തൊണ്ടവീക്കം, മുണ്ടി നീര് എന്നൊക്കെ പറയുന്നേ. അതിവിടെ താടവീക്കം ഇവിടെ നല്ലോണ്ട് തൃശ്ശൂര്. അവന് വന്നിട്ട് ലീവ് എടുത്തോളം പറഞ്ഞു. അതല്ലെങ്കിൽ ലീവ് എടുക്കണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും കിട്ടുമതേ. പിന്നീട് നമ്മള് ലീവ് എടുക്കാൻ അവനിപ്പോ ഒരു 1.5 ആഴ്ചയായിട്ട് വീട്ടിലായിരുന്നു. അപ്പൊ ഇതിപ്പോ ഇന്നാണ് പണിക്ക് വന്നത്. അപ്പൊ പണി സ്ഥലമൊക്കെ എന്താ പറയാ പണി ഉണ്ടായിരുന്നില്ല. പിന്നെ വില കൂടിയതിന്റെ കാരണം അതുകൊണ്ടും പണിയില്ല. അപ്പൊ പിന്നെ എന്തായാലും അവൻ ലീവ് എടുത്തോളം പറഞ്ഞു. അപ്പൊ ഇന്നിപ്പോ തുടങ്ങി. അപ്പൊ ഉണ്ണേട്ടൻ പോയി പണിക്ക്. കാലത്ത് മുതൽ അവിടെ ആയിരുന്നു. അപ്പൊ ഇടയിൽ വീഡിയോ എടുത്തൊന്ന് എഡിറ്റ് ചെയ്യാനിരുന്നു. വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാനിട്ട് പണിയിരുന്നു. അപ്പൊ നീ ഉറങ്ങിക്കോട്ടെ നീ വിചാരിച്ചു. അത് അവൻ വീട്ടിൽ പോയില്ലെങ്കിലേ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് അടുത്ത ആഴ്ച ഡാൻസ് വരുന്നത്. എത്രാം തീയതി? 4-ാം തീയതി മറ്റേ നമ്മുടെ മൂകാംബിക. അത് പണി കിട്ടും. 4-ാം തീയതി അങ്ങനെ ആഗ്രഹിച്ച് മോഹിച്ച് ഞങ്ങള് മൂകാംബികയ്ക്ക് പോകും. നമ്മള് പറഞ്ഞോളൂ അല്ലേ, നമ്മള് തിരുപ്പതിയില് ഞാൻ 20 കൊല്ലം പോയിട്ട് തിരുപ്പതിയിൽ അടുപ്പിച്ച് 20 കൊല്ലം പോയിട്ടുണ്ട്. പിന്നെ കൊറോണ സമയത്താണ് കൊറോണ അവിടെ നിന്ന് നിർത്തിയതാ, പിന്നെ പോയിട്ടില്ല. അപ്പൊ അടുപ്പിച്ച് 20 കൊല്ലം പോയി പിന്നെ നിർത്തി. അപ്പൊ അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു മൂകാംബിക ഒന്ന് പോകണം. അതപ്പോ ഞാൻ ബുക്ക് ചെയ്തു. ഞാൻ വിചാരിച്ചു എന്തായാലും പോവാൻ പറ്റും. അങ്ങനെയല്ല, ഒരുമിച്ച് പോകുമ്പോ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ലല്ലോ. അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ ഞങ്ങളുടെ കൂടെയുള്ള ചേച്ചി പോയിട്ടുള്ളതാണ്, അവർക്ക് അറിയാം കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മള് അവരുടെ കൂടെ പോകുമ്പോ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയും അല്ലേ. അവരുടെ കൂടെ പോയി നമുക്കൊന്ന് റൂമും കാര്യങ്ങളും എങ്ങനെ എടുക്കണം, എത്ര ദൂരം ഉണ്ട്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അമ്മേനെയും എന്റെ അമ്മേനെയും ഉണ്ണേന്റെ അമ്മേനെയും ഒക്കെ കൊണ്ടുപോകണമെന്നുണ്ട് അല്ലേ ഉണ്ണേട്ടാ. തിരുപ്പതിയൊക്കെ പോകണമെന്നുണ്ട്. തിരുപ്പതിക്ക് നിന്റെ അമ്മയ്ക്ക് പറ്റുന്നില്ല, കാല് പ്രശ്നമല്ലേ. എന്ന് വെച്ചാ കേരള ഭാഗമില്ല അമ്പലത്തിനുള്ളിലേക്ക്, അവിടുന്ന് കുറച്ച് ദൂരം ഭയങ്കര തിരക്കാ. അത് വരെയുള്ള കുഴപ്പമില്ല, പക്ഷെ അവിടെ കുറച്ച് ദൂരല്ലേ അമ്പലത്തിൽ അവിടെയാണ് പ്രശ്നം. ബാക്കിയുള്ളിടത്തുനിന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പതുക്കെ പോകാവുന്നുള്ളൂ. ആ ഒരു ഭാഗമാണ്. കഴിഞ്ഞിട്ട് ഒന്ന് കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹം ഉണ്ട്. എന്തായാലും എന്ത് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ടേ സൗകര്യം പോലെ ഇവിടെ കുഴപ്പമില്ല. മൂകാംബി വലിയ കുഴപ്പമില്ല, തിരക്ക് അങ്ങനെ പ്രശ്നം വരില്ല. അങ്ങനെ വലിയ തിരക്കില്ല എന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് തന്നെ ക്യൂ നീങ്ങി പോവും, പെട്ടെന്ന് തൊഴാൻ പറ്റും എന്നൊക്കെയാണ് പറഞ്ഞത്. തിരുപ്പതി അങ്ങനല്ല, തിരുപ്പതി 20 വർഷം പോയിട്ടുണ്ട്. 20 വർഷം. നീ എത്ര വർഷം പോകുന്നു? 2 വർഷം. ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ. അതെങ്ങനെയാന്നറിയോ, മോളേനെ മൊട്ടയടിക്കാൻ 1 വയസ്സിന്റെ പിറന്നാള് കഴിഞ്ഞിട്ടാണല്ലോ മൊട്ടയടിക്കുക. അപ്പൊ മുടി കൊടുക്കാന്ന് അവിടെ നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പോയതാണ്. പക്ഷെ അപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. മോൾക്ക് 1 വയസ്സ് പിറന്നാളിന് അവന് 6 മാസമായി. 6 മാസം നമുക്ക്, അതായത് 7 മാസം കഴിഞ്ഞാൽ അമ്പലത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ 6 മാസം, ആ 6-ാം മാസത്തിൽ ആ വയറും വെച്ചിട്ടാണ് ഇത്ര ദൂരം പോയിട്ട് വന്നത്. മോള് കയ്യിലും മോൻ വയറ്റിലും. അത് അരിച്ചു കൊടുത്തു. ഒന്ന് ഇളക്ക്, അല്ല ഒന്ന് ആറ്റ്, അല്ലെങ്കിൽ ആ പൊടി അടിയിൽ കിടക്കുന്നുണ്ടാവും. കണ്ടാ പറഞ്ഞേ. പിന്നെ ഞാൻ വിചാരിച്ചേ അങ്ങനെ ഒഴിക്കണ വിചാരിച്ചു. അങ്ങനെ അപ്പൊ എന്നിട്ട് അരിക്കും. അമ്മനും അപ്പൂനും അതിന്റെ പാടം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ അമ്മ അരിച്ചില്ലേ ചോദിക്കും. പൊന്നോ വാ, അപ്പോ വാ 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 വാ. 4 മണി 4:30. അവരോടെ അപ്പോ സൗണ്ട് ഉറക്കിട്ടാ. അപ്പോ മൊബൈൽ തന്നെ.
മതി മതി. അതെ മധുരക്കിഴങ്ങ് കഴിക്കില്ല, അമ്മ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ട്ടാ. ചായ എടുക്ക, എനിക്ക് ചായ എടുക്ക്, എനിക്ക് ചായ എടുത്തോ. മധുരം ഇടുന്നുണ്ടോ? അയ്യോ എനിക്ക് ഇടുന്നുണ്ടോ? മധുരം ഒരു തുണ്ട്, കുറച്ച് ശർക്കരപ്പൊടി. ഞാൻ ഇപ്പോൾ ശർക്കര ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ചായ കുടിക്കുന്നത്. ഞാനും ഉണ്ണേട്ടനും അതന്നെ കൊടുക്കുള്ളൂ. ഒരു തുണ്ട്. ഓ ചായ കഴിക്കാൻ വേർത്തൊരു വിധായിട്ടാ. 4:45 5 മണിക്കോ? ആ ഞാൻ ഡ്രസ് മാറണം. കൊള്ളണ്ട നീ ഇപ്പൊ എനിക്ക് ഇപ്പൊ സ്നാക്സും ഒന്നും തരുന്നില്ല. ആ സ്നാക്സിന്റെ കാര്യമൊന്നും പറയണ്ട എൻ്റെ അമ്മോ. ഇവിടെ എന്താ പറയാ, എന്തേലും വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഒരു പാക്കറ്റ് നമ്മൾ വല്ലപ്പോഴും ഇങ്ങനെ കഴിക്കുക. അതല്ല വാങ്ങിക്കൊണ്ട് വയ്ക്കുമ്പോ കഴിയും. അങ്ങനത്തെ ഒരു ഇതാ. വയറ് കാലിയാവരുത് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അയ്യോ അമ്മ പറയും ആരല്ല കഴിച്ചോട്ടെ. ചെറുപ്പത്തിൽ കഴിക്കാത്തതാണ് കഴിച്ചോട്ടെ അവന്ന് പറയും. പക്ഷെ ഇനി വറവ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. ട്രൈഗ്ലിസറൈഡ് 230. അത് 30 ഇല്ല, 211 സംതിങ് ആണ്. അപ്പൊ എക്സസൈസ് താഴെ നോക്കണം. അപ്പൊ അതൊന്ന് എന്താ പറയാ, നമ്മള് എക്സസൈസും ഡയറ്റും ഒക്കെ ചെയ്യണം. അപ്പൊ ഞാനിതൊക്കെ ഒന്ന് ഒളിപ്പിച്ച് വെക്കണേ. ഒരു സാധനം എനിക്ക് തിന്നാൻ തന്നെയേ ഉള്ളൂ. ചായ ഒര ഗ്ലാസ് ഇങ്ങനെ ഇത്തിരി കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വെള്ളം പോലെ ആക്കിയിട്ട് ഞാൻ കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ കട്ടൻ ചായ അത്രേ കൊടുക്കുള്ളൂ. മധുരം തരില്ല, സ്നാക്സ് തരില്ല, ഒന്നും തരില്ല. വേണ്ട, കുഴപ്പമില്ല, കഴിക്കണ്ട. ഇങ്ങനെ സ്നാക്സ് വറുത്തതും പൊരിച്ചതൊക്കെ കഴിക്കും. കുറേ എന്താ പറയാ ഫുഡ്, ചോറും അങ്ങനത്തെ സംഭവങ്ങൾ കുറേ കഴിച്ചിട്ടല്ല. ഈ എന്താ പറയാ എന്തെങ്കിലും ഈ കൊള്ളി വറുത്തതോ അല്ലെങ്കിൽ ചക്ക വറുത്തതോ അങ്ങനത്തെ ഐറ്റംസ് ഇല്ലേ, ആ സാധനം ഇപ്പൊ എല്ലാവർക്കും അങ്ങനെ, എനിക്കൊക്കെ അങ്ങനെ തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 2 എടുത്ത് തിന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മള് അത് എടുത്ത് കഴിക്കണത് ഓർമ്മയുണ്ടാവില്ല. ആ പ്ലേറ്റ് കഴിയുന്നത് വരെ എടുത്ത് കഴിക്കും. അതേപോലെയാണ്. പക്ഷെ ഞാനിപ്പോ കൺട്രോൾ ചെയ്യാൻ പഠിച്ചിട്ട് ജിമ്മിന് പോയപ്പോ നമ്മുടെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോ ചേച്ചി പറയും ഇങ്ങനെ എന്നെ കാര്യങ്ങൾ. അപ്പൊ എനിക്ക് എപ്പോഴും ഓർമ്മ വരും അത്. അപ്പൊ ഞാനൊരു 2 എണ്ണമൊക്കെ കഴിക്കും. നമുക്ക് ഇഷ്ടത്തിന് ആഗ്രഹത്തിന് നമ്മുടെ എന്താ പറയാ ആശ വരിക, കൊതി വരിക എന്നൊക്കെ പറയില്ല. അപ്പോഴൊക്കെ നമുക്കൊരു 2-3 എണ്ണം കഴിച്ചുകൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷെ അത് ചോറ് പോലെ അല്ലെങ്കിൽ ഒരു ഭക്ഷണം പോലെയൊക്കെ കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നമല്ലേ. അയ്യോ മധുരക്കിഴങ്ങ് ഇത് ഇവനെ നമുക്ക് 2-3 ദിവസമായി വാങ്ങി വെച്ചിട്ടാ. നമുക്കേ ഇവനെ തീരെ വല്ലാത്ത സാധനമായിരുന്നു. പക്ഷെ ഇവനെ ആള് ഭയങ്കര പുലിയെന്ന് പറയണത്. യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഇവൻ പുലിയ. ഇപ്പൊ കടകളിലും പറയാം, ഞാൻ വാങ്ങിക്കാൻ പോയപ്പോ കടകളിൽ പോയി പറയണേ, കടകളിൽ പറയാം ഇപ്പൊ എല്ലാവരും സ്ഥിരമായിട്ട് വാങ്ങിക്കണം. എന്താ കാരണം? അപ്പൊ ഞാൻ പറഞ്ഞു വേറൊന്നുമില്ല, അതിങ്ങനെ നമ്മള് യൂട്യൂബ് പറഞ്ഞതാ. ചൈനയിൽ തന്നെ ഏതൊരു സ്ഥലത്ത് എല്ലാ ആളുകളും ഒരു 100 വയസ്സിന് മീതെ ജീവിച്ചിരിക്കുന്നു. 100 വയസ്സിന്. അപ്പൊ അതിന്റെ കാരണം ഇവര് അന്വേഷിച്ചപ്പോ ആ ഭാഗത്ത് താമസിക്കുന്ന എല്ലാവരും കോമൺ ആയിട്ട് കഴിക്കുന്ന ഭക്ഷണം എന്താന്ന് നോക്കി. അത് നോക്കിയപ്പോ ഈ മധുരക്കിഴങ്ങാണ് എല്ലാവരും കോമൺ ആയിട്ട് കഴിക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ച് പഠനം നടത്തിയപ്പോ അത് നമ്മുടെ ആരോഗ്യം കൂട്ടും, ആയുസ് കൂട്ടും. പിന്നെ മധുരക്കിഴങ്ങ് കഴിച്ച് കഴിഞ്ഞാൽ ഷുഗർ കൂടില്ല കേട്ടോ. ഇത് മധുരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഷുഗർ വലിയ പ്രശ്നമായിട്ട് വരില്ല പറയണത്. ഷുഗർ പേഷ്യൻസിനൊക്കെ കഴിക്കാന്ന് പറയണത്. അപ്പൊ നേരിട്ട് കഴിക്കാം. ഞാൻ ഒരെണ്ണം വേഗം കഴിക്കട്ടെ എടുത്തിട്ട്. നിങ്ങക്ക് തരാം. എനിക്ക് കഴിക്കണം. തരാം. അങ്ങനല്ല, എനിക്ക് ഇപ്പൊ പോണല്ലോ, ഡാൻസിന് പോണല്ലോ. അപ്പൊ നിനക്ക് പോണം, നിന്നെ കൊണ്ടാക്കണം ഞാനല്ലേ. എനിക്ക് താടി തരാ ചൂടുണ്ട്. കൊള്ളു. ഉപ്പിട്ടുണ്ടല്ലേ? ഉപ്പിട്ടുണ്ടോ? ഉപ്പിടുമല്ലോ. ചോദിച്ചതാ. ചെറുതായിട്ട് ഉപ്പിട്ടിട്ടല്ല, അല്ലെങ്കിൽ ഞാൻ ഉപ്പിട്ടിട്ട് വേവിക്കുക. അല്ലാതെ എനിക്ക് വലിയ ടേസ്റ്റ് തോന്നിക്കാറില്ല. ചെറുതായിട്ട് ഉപ്പിടണം. കുഴപ്പമില്ല.
ഞാനത് തിളച്ച് വിസില് പോയ ഉടനെ എടുത്തതാണ്. നല്ല ചൂടുണ്ടാവും. ടേബിൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ടേബിൾ കൊണ്ടുവച്ചിട്ടുണ്ട്. അവിടുന്ന് കഴിക്കും. ഞാന് ഇതിപ്പോ നിന്റെ കഴിവൊന്നല്ലാണ്ടത്. ഇതിപ്പോ വെറുതെ പുഴുങ്ങല്ലോ ഉണ്ട്, വേറെ അല്ല എന്റെ കഴിവില്ലെങ്കിലും എന്നെ ഇത്തിരി എന്താ പറയാ പൊക്കിയാലാണ് എനിക്ക് വീണ്ടും ഉണ്ടാക്കാൻ പറ്റും തോന്നുള്ളൂ. ഓ അടിപൊളിയുണ്ട്. നീ ഉണ്ടാക്കിയ മധുരക്കിഴങ്ങ് അടിപൊളിയുണ്ട്. ഓ എന്താ രസം. വെള്ളത്തിലിട്ട പുഴുങ്ങിയില്ലേ? അത് എന്ത് കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ. എന്ത് സാധനമാണെങ്കിലും ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതല്ലെങ്കിലും ചീത്തയല്ലെങ്കിലും വീണ്ടും അത് കിട്ടണമെങ്കിൽ ഒന്നും കൂടി പുകഴ്ത്തണം. ഹലോ ഹലോ റെഡിയായാ? അതെ വീട്ടിലില്ലേ? ആ ശരി ശരി. ഞാനിവിടെ എത്തിയോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ഡോക്ടറെ അടുത്ത് പോണം പറഞ്ഞില്ലേ? ആ അതെ അല്ലേ? ആ ശരി ശരി. ഓക്കെ ഓക്കെ. അപ്പം ശരി. ആ ഞാനൊരു 5:10 വരാട്ടാ. ഓക്കെ. അതാ വീട്ടിലുണ്ടാവുള്ളൂ. ഡോക്ടറെ അടുത്തേക്ക് പോകണം പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വീട്ടിലുണ്ടോ ചോദിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവനോട് ഇവിടെ ഉണ്ട് ഇത് കഴിക്കാം. കൊടുത്തോട്ടോ. ഹെൽത്തിന് അടിപൊളിയാ പിള്ളേർക്കൊക്കെ. ഒന്നുകൂടി എടുത്തിട്ട് വരാം. ഞാൻ എടുത്തിട്ട് വരട്ടെ? ഒരെണ്ണെടുത്തിട്ട് തൊലി കളഞ്ഞോ എനിക്ക് കഴിക്കാൻ. ഞാൻ എടുത്തത് നിങ്ങൾ കഴിച്ചില്ലേ? ഞാൻ എടുത്തത് നീ എടുത്ത് ഞാൻ കഴിച്ചപ്പോ ഞാൻ വേറെ എടുത്തായിരുന്നല്ലേ. ഞാൻ കഴിച്ചോ? പോവാൻ നേരമായ കാരണം കൊണ്ടാ. കഴിച്ചോ കഴിച്ചോ. ഒക്കെ അടിച്ചു വരിക്കണ ഇഞ്ചിയില്ലേ പോണത്? അത് ഞാൻ ചെയ്യണം. പാത്രമൊക്കെ കഴുകി വെച്ചു. 2 പാത്രം കൂടി ഉണ്ട് കഴുകാൻ. അപ്പൊ അത് ഞാൻ കഴുകണം. അല്ല ഞാൻ ഇത്തിരി ഉറങ്ങിപ്പോയപ്പോഴേ പണികൾ ഒരുങ്ങില്ല. അതാ അല്ല ഉറങ്ങിയില്ലെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഉറങ്ങിയില്ലെങ്കിൽ അപ്പൊ എല്ലാം നീ കഴുകി ഞാൻ ഒന്നും ചെയ്യണ്ടല്ലോ അല്ലേ? എന്നാലും ചിലപ്പോ എന്തെങ്കിലും ഒരു പണി ഉണ്ടാണ്ട് വെച്ചിട്ട് കൊടുത്തിട്ട് ഞാൻ പോവാ. കുറുമ്പ് കാണിക്കരുത് കേട്ടോ. കേട്ടോ? സമയം 5. അതെ കുറുമ്പ് കാണിക്കാണ്ടിരിക്കാൻ. തല്ലൂടരുത് എന്ന്. തല്ലൂടാണ്ടിരിക്കാൻ. കളിക്കാനാ? അതിന് മറ്റുള്ള കുട്ടികളുടെ പരീക്ഷ കഴിഞ്ഞിട്ടില്ലല്ലോ. ഗേറ്റ് വർക്ക്. വണ്ടി അപ്പം വണ്ടിയാണല്ലേ ഒതുക്കി വെക്കാണ്ടേ. ആ ബാക്ക് ഇങ്ങനെ ആക്കി വെക്കും എപ്പോഴും. എവിടേക്കാണ്? എവിടെ? അതേ ദൂരത്തേക്കൊന്നും പോവരുത് കേട്ടോ. വേഗം ഇങ്ങോട്ട് വരണേ. ആ അപ്പോ ഞങ്ങള് എടുത്തു അബിത. ഹലോ ദേ ഞങ്ങൾ ഇറങ്ങിട്ടാ. ആ ശരി ശരി. ഞങ്ങള് അബിതയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടാ. നാളെ കഴിയുള്ളൂല്ലേ? നാളെ 27-ാം തീയതി ഒക്കെ ആയിട്ടാണ് കുട്ടികളുടെയൊക്കെ കഴിയുള്ളൂ. നേരത്തെ കഴിഞ്ഞപ്പോ അത് കുറച്ച് നേരത്തെ തുടങ്ങി നേരത്തെ കഴിഞ്ഞു. അവൾക്ക് സ്കൂളിൽ പോയിട്ടിരിക്കുന്ന ഇഷ്ടം. അത് പിന്നെ ഇപ്പൊ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ ആ മടി മാറിയിട്ട് സ്കൂളത്തെ ഫ്രണ്ട്സ് ആയിട്ട് ഒരു അടുപ്പം വരുമ്പോ പിന്നെ സ്കൂളിലേക്ക് പോകാൻ മാത്രം ആയിരിക്കും. പഠിക്കാനുള്ള ഗ്രൗണ്ടൊന്നുമല്ല, സ്കൂളില് ഫ്രണ്ട്സ് ആയിട്ട് കളിക്കാൻ വേണ്ടിട്ടാ. കറക്റ്റാണോ? അബിതയുടെ വീടെത്തി.
വിളിച്ചില്ലേ വിളിച്ചിട്ടുണ്ട്. ഇതാണ് അബിതയുടെ വീട് കേട്ടാ. അപ്പൊ അവള് റെഡി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അറിയില്ല, വീഡിയോ എടുക്കണത് അറിയില്ല. എന്തായാലും വരട്ടെ. എന്താണ് സംഭവം? ഇതാണ് എന്റെ ഫ്രണ്ട് അബിത. ഞാൻ അബിതയെ കുറിച്ച് വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഡാൻസിന് പോടാൻ ഞങ്ങൾ ഒരുമിച്ച് പോവും, ബ്യൂട്ടി പാർലറിന്റെ വല്ല കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങള് നേരെ ഡാൻസിന് ഡാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീക്ക്നെസ് ആണ്. ഇങ്ങനെ പിന്നെ പോയോ, ഹോസ്പിറ്റലിലേക്ക് പോയോ? അതെ. അമ്മ അവിടെ ഉണ്ടാ? ഉണ്ട് അല്ലേ? പിന്നെ പാട്ടിലായിക്കില്ലല്ലോ ഉണ്ടാ? അശ്വനി ജംഗ്ഷനിന്ന് ലെഫ്റ്റിലേക്ക് പോണം. ഞങ്ങളുടെ ലെഫ്റ്റിലേക്ക് പോയിട്ട് ഫസ്റ്റ് റൈറ്റ് അല്ലേ, ഫസ്റ്റ് ലെഫ്റ്റ് അല്ലേ, ചെമ്പൂക്കാവ് റോഡ്. ഓ അതും ചോദിച്ചിട്ട് എനിക്ക് എപ്പോഴും തെറ്റുമല്ലോ ഈ പറഞ്ഞ പോലെ. ലൈറ്റ് അല്ല, റൈറ്റും ലെഫ്റ്റും അതുമാതിരി പുഷും പുള്ളും എല്ലാവർക്കും കൺഫ്യൂഷനാണ്. അപ്പോ രാജി നഴ്സിംഗ് ഹോമിന്റെ തൊട്ട് മുന്നത്തെ ബിൽഡിംഗ്. തുണിക്കട പോയിട്ട് പുള്ളെന്ന് എഴുതിയിട്ട് 2 മണിക്കൂറും അവിടെ നിന്നോളൂ. അത് വായിച്ച എന്താ ചെയ്യേണ്ടത് പറയാം. എന്താ ചെയ്യല്ലേ? അപ്പൊ ഞങ്ങള് പോയി തകർത്തിട്ട് വരാം. ഞങ്ങൾക്ക് അതിനെ ഞങ്ങള് രണ്ടുപേരും വയ്യാണ്ട് കിടന്നാലും അപ്പൊ ഞങ്ങള് ഡാൻസിൽ കയറുമ്പോ തന്നെ പറയട്ടെ, സ്റ്റെപ്പ് 3-ാം നിലയുടെ മുകളിലാണ് ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്. അപ്പൊ ഞങ്ങൾ സ്റ്റെപ്പ് കയറുമ്പോ അബിതേ വയ്യ എനിക്ക് പറയാം. അപ്പൊ അബിത പറയും വയ്യ, എന്താണെന്നറിയില്ല, ഒരു സുഖമില്ല. അവിടെ കയറി കഴിഞ്ഞിട്ടല്ലോ ക്ലാസ്സിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളും ഉഷാറായി. ഒരു പ്രാവശ്യം ഒന്ന് കളിച്ചിട്ട് നമുക്കൊന്ന് ബ്രേക്ക് തരും വെള്ളം കുടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ പറയും മാറിയോ അബിതേ ചോദിക്കും. എന്റെ പറയുന്നേ ആശ്രം മാറിയോ ചോദിക്കും. എന്റെ പറയും. അങ്ങനെ അത്രക്ക് ഇഷ്ടമാണ് ഡാൻസ്. അപ്പൊ ശരി പോവാല്ലേ അത്? ബൈ. അപ്പൊ വിളിച്ചാ മതി, ഞാൻ വരാം. വിളിച്ചാ മതി, ഞാൻ വരാം. ടാറ്റാ.